ഈ കുട്ടികൾക്കൊപ്പം ഭദ്ര പഠിക്കേണ്ടതില്ല. എപ്പോഴാ സൗകര്യം വെച്ചാൽ പോന്നോളൂ. ഞാനിതിന്റെ ക്ലാസ്സിൽ ഭദ്രയ്ക്കും ഇരിക്കാം. കുട്ടി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ വന്നോളൂ. നീ വരണം. ராமானுஜத்துக்கிட்ட எல்லாம் சொல்லி ஏப்பிச்சிருந்தேன். நான் லேட் ஆனாலும் தட்சணை வாங்குறதுக்கு. தட்சணை கொடுத்து. அடேங்கப்பா, எனக்கு மலையாளம் தெரியுமே. உண்மை சொல்றேன். குழந்தைகளுக்கு சொல்லி கொடுக்கறதுக்கு அவனுக்கு நல்ல வசம் இருக்கு. அவனுடைய குரு நான் தான். இனி என்ன வரான்னு പറഞ്ഞത്? ഞായറാഴ്ച. அன்னைக்கு நான் வீட்டுல இருக்கோம். எனக்கு தட்சணை கொடுத்த ஆரம்பம் குறிக்க வந்துட்டு அது ராமன் கையில கொடுத்தது உன் அப்பா கிட்ட சொல்ல வேண்டாம். മനസ്സ് കഷ്ടമാവും. ഒരു അത്യാവശ്യ കാര്യത്തിന് കാലയിൽ ഒരു സ്നേഹിതൻ വന്ന് വിളിച്ചു. ഒരു നല്ല കാര്യത്തിനല്ലേ, പോകാമ ഇരിക്കുന്നത് എപ്പടി പൊപ്പോയി. ഞാനും പറഞ്ഞു ശാസ്ത്രികൾ എങ്ങടാ പുറപ്പെട്ടതെന്ന്. അടുത്ത് വന്നപ്പോ മനസ്സിലാവുകയും ചെയ്തു. നോണ പറയണ മാഷന്മാരുടെ അടുത്ത് പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞായറാഴ്ച വരും. ₹10 കൊടു മച്ചാ. எவ்வளவு கிடைச்சது? என்ன தட்சணை? ₹10. 50 ரூபா கொடுக்கறேன், நீ 10 கொடு. അത്താ കയ്യില് പണം, അമ്മാവനുക്ക് സിഗ്നൽ. രണ്ടാൾക്ക് നല്ല പുള്ള. ഇതാ അമ്മ അന്താള വിദ്യ. உனக்கு ஞானம்னு பேரிட்டது எதுக்குன்னு தெரியுமோ? நீ ஒரு விவரம் கெட்டவள் ஆக்குன்னு நீ பிறந்ததிலே எனக்கு தெரியும். குடுறி. அப்படியானா நீ அதை எடுத்து கொடுத்துடு. அந்த ஆனமைக்கு சாப்பிட்டு எங்கேயாவது போய் படுக்கட்டும். ஆனமை அது ரொம்ப ஓல்டு. இப்ப புதுசா ஒண்ணு வந்திருக்கு. என்ன? கிறிஸ்டியன் மாப்பிள்ளை. பெஸ்ட் சாதனை. 50 RS கொடுத்தா போதும். கைலாசத்துக்கு போகணுமா, பழனியில போகணுமா, எங்க வேணாலும் நிம்மதியா போலாம். ஹலோ ஹலோ, நல்ல பிள்ளை இங்க வா. கிறிஸ்டியன் மாப்பிள்ளையா? அது 50 ரூபாய்க்கு கிறிஸ்டியன் மாப்பிள்ளை. 200 போட்டா இன்னையில இருந்த 3ஆம் நாள் தான் தலை பொந்துவேன். இந்த பேரெல்லாம் உங்களுக்கு எப்படி தெரியும்? நான் தானே வாங்கி கொடுக்கறது. அதோட வீரியம் விலையும் கரெக்டா தெரியுமே. சாப்பிட்டுன்னு தெரிஞ்சா இப்ப அம்மா கையில கொடுக்கற பெண் பணம் பாரு. 1 லட்சம் ஆயிருந்தாலும் இந்த ஞானத்தை உங்களுக்கு கிடைக்காது. அத்தா கையில கொடுக்கற பணம் அதுக்கா நினைச்சிட்டியா? பின்ன யாராவது வந்தா உன்னை கல்யாணம் பண்ணி விடுறதுக்கு என்னோட சின்ன டொனேஷன், அவ்வளவுதான். போய பெரிய பாகவதர். അടേങ്കപ്പാ, രാഹുൽ ദ്രാവിഡിനെ പോലെ ഇരിക്ക്. പോലിരിക്കല്ല, ദ്രാവിഡ് തന്നെയാ. എന്റെ സ്കൂളിലാ ദ്രാവിഡ് പഠിച്ചത്. ഞങ്ങളൊരു റിസപ്ഷൻ കൊടുത്തു. അപ്പ എടുത്താ. അടുത്ത പേജ് മറിച്ചു നോക്ക്. ഷാരൂഖ് ഖാനാ? ഞങ്ങൾ ഊട്ടി പോയിരുന്നു. അവിടെ ഷാരൂഖ് ഖാൻ ഏതോ ഷൂട്ടിങ്ങിന് വന്നാണത്രേ. ഇടിച്ചു കയറി ചോദിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെന്ന്. അപ്പൊ എല്ലാം അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറയാ എടുത്തോളെ. இந்த 2 பேர்ல யாரை பிடிக்கும்?
ദ്രാവിഡിന്. ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ ഇഷ്ടം? ആ. കൊളോണിയൽ കസിൻസ് കേട്ടിട്ടുണ്ടോ? കേട്ടിருக்கு അതെനിക്ക് പിടിക്കലേ. എന്നാ വേറെ ഇടാം. ഉണ്ണിയപ്പം ഇപ്പൊ ഉണ്ടാക്കിയതാ, ഇഷ്ടാവോ? നാങ്ക നായർ വീട്ടിലിരുന്ന് ഒന്നും സാപ്പിടക്കൂടാതെ. എനക്ക് അപ്പടിയൊന്നും ഇല്ല, നിനക്ക് ആർക്കിட்ட ചൊല്ല വേണ്ട. ഇത് യാര് പാടിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി. എന്നെ കുറച്ചാൽ അവരും പാട്ട് പഠിപ്പിച്ചു. അവര് പാടുന്നതേ ശരിയല്ല. സ്റ്റൈലാ പാടുമ്പോ അതിലെ ജീവനെ പോയിടും. പിന്നെ എങ്ങനെയാ പാടേണ്ടത്? അത് നിർത്തിരുങ്ക. ഭദ്ര സംഗീതം എത്ര കാലം പഠിച്ചു? അങ്ങനെ ചിട്ടയായിട്ടൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അമ്മ. അമ്മയും മകളും തമ്മിലുള്ള പഠിപ്പ് ശരിയാവില്ല. പിന്നെ അവിടെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനെ കിട്ടില്ല. കാസ്റ്റുകളാണ് പ്രധാന ഗുരുക്കന്മാർ. ആരോടാ കൂടുതൽ താല്പര്യം? MD രാമനാഥ്. അപ്പോ എന്നെ ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. ഇഷ്ടപ്പെട്ടു. ചാരുവേശിയില് ഏതൊക്കെ കീർത്തനം അറിയാം? ചെമ്മാങ്കുടി പാടിയ കൃപയാ പാലയ, പിന്നെ ബാലമുരളിയുടെ. അപ്പോ ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ? അല്ല, എന്തോ ഒരു ആകർഷണം ഇതിനുണ്ട്. ശബ്ദം, ഭാവം, ആലാപനത്തിലെ ഐ മീൻ. നീ വരയാ വരുന്നോന്ന്? മലയാളത്താനാ? ആലുവമൊഴിക്ക് എന്താ പക്കം യാരെയും നമ്പക്കൂടാതെ. എവിടെയാ ഈ ആലുവമൊഴി? ഇങ്ങേരുന്ന് കൊഞ്ചം വടക്ക്. ആലുവപ്പുഴയ്ക്ക് ഇപ്പുറത്തുള്ളവരെ വിശ്വസിച്ചൂടാന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്. അപ്പൊ ഉങ്ക ഊരെങ്കേ? അമ്മയുടെ നാട് ആലുവപ്പുഴയ്ക്ക് അപ്പുറത്താ. ശാസ്ത്രികൾ നല്ലോണം മലയാളം പറയുന്നല്ലോ. ശാസ്ത്രികളുടെ അമ്മാവെ തിരുമണ ചേഞ്ച് കൊടുത്തത് തിരുവനന്തപുരത്താക്കും. ശാസ്ത്രികൾ പഠിച്ചതും അങ്കത്താൻ. ഇനി ഞാൻ തന്നെ പൊക്കോളാം, കൂട്ടുവരണമെന്നില്ല. എന്നാ திடீர்னு വന്നത്? பார்த்தது மதியங்க. கிடைச்ச நேரத்துல பாட்டு பாடி ரசிப்பிக்கிறாரு, இங்கிலீஷ் பேசுறாரு, இஷ்டமாய் ஒന്നൊരു கேள்வியும் கூட. மலையாளத்த மாதிரி கள்ளமாரா? எடி அந்த பொண்ணு குன்ன மாதிரி அசூய கிடையாது, ஸ்ட்ரெயிட் ஆக்கும். ஏன் பாட்டு பிடிக்குன்னு எவ்வளவு ஃப்ராங்கா சொல்லிட்டு போன பாத்தியா? அந்த பேஜ்ல கள்ளமே கிடையாது. யாரெல்லாம் தெரியுமா அந்த குட்டியோட கம்பெனி? யாரு? ஷாருக் கான், ராகுல் டிராவிட். டிராவிட்னு ആ കുട്ടിക്ക് ரொம்ப பிடிக்கும். ஒருவேளை அவங்க கல்யாணம் கூட முடிக்கலாம். அது கிடைத்தா இங்க ஒராளுടെ இங்கிலீஷ். எனக்கு ஒரு ஆளை மட்டும்தான் பிடிக்கும். யாரு? உங்க அப்பா. வீட்டுல போடி.